കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. Let me start with a beautiful quote. Every morning is an opportunity to create a masterpiece called life. ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ മുന്നേറാം. നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. നാം സ്വയം വിജയിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാം. നമുക്കൊന്നിച്ച് സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കാം. ഹലോ എവ്രിവൺ, റേഡിയോ പ്രിയോറിന്റെ മറ്റൊരു സൂപ്പർ ഡ്യൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും നിങ്ങളെ എന്റർടൈൻ ചെയ്യുവാനും നിങ്ങളോടൊപ്പം ഇതാ 10Dയിലെ മിടുക്കന്മാരും മിടുക്കികളും. ഈ എപ്പിസോഡിൽ ഉടനീളം നിങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം അക്ഷയ പ്രതീഷ് ആൻഡ് ആൻഡ്രിയ സിബിൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേണ്ട. വിദ്യാർത്ഥികളായ നാം ഓരോരുത്തർക്കും ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം. ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നേഹാഷൻ. നമുക്ക് നേഹയുടെ വാക്കുകൾ കാതോർക്കാം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. എന്താണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്നറിയാമോ? അതെ, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ ഉണർത്തുക എന്നത് തന്നെയാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യുവാക്കളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള ബന്ധങ്ങളെ ബാധിക്കും. ലഹരി വസ്തുക്കൾ നൽകുന്ന ആനന്ദം ക്ഷണികമെങ്കിലും അവയുടെ പാർശ്വഫലങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്. ഈ പാർശ്വഫലങ്ങളിൽ പലതും ബുദ്ധി, ബോധം, ഓർമ്മ, ആത്മനിയന്ത്രണം എന്നിവയെ ബാധിക്കുന്നവയായിരിക്കും. പ്രിയപ്പെട്ടതായിരുന്ന പലതിലും താല്പര്യം കുറവ്, ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥ, ആത്മവിശ്വാസക്കുറവ്, മടി, ക്ഷീണം തുടങ്ങിയവയെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. എന്താണ് ഇതിന് പ്രതിവിധി എന്ന് നമുക്ക് നോക്കാം. വ്യക്തിയുമായി ശാന്തമായി സംസാരിക്കുക, അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ശ്രദ്ധിക്കുക, കാഴ്ചപ്പാടുകൾ അറിയുക, പ്രഭാഷണങ്ങളും ഭയപ്പെടുത്തുന്ന തന്ത്രങ്ങളും ഒഴിവാക്കുക. തുടക്കത്തിൽ രസത്തിനു വേണ്ടിയുള്ള ഉപയോഗം അമിതമായ ഉപയോഗമോ ആസക്തിയോ ആയി മാറുകയും അപകടങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു മനസ്സിലാക്കുക. മലപ്പുറം സൈബർ സെല്ലിന്റെ സബ് ഇൻസ്പെക്ടറും നമ്മുടെ ക്ലാസ്സിലെ ഏർലിന്റെ പിതാവുമായ അരുൺ ജോസഫ് സർ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശത്തിനായി കാതോർക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സമൂഹത്തിലേക്ക്, അതായത് നമ്മളുടെ ഇടയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി ഉപയോഗം. ഇത് നമ്മളുടെ തലമുറയെ, നമ്മളുടെ ബ്രെയിനിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ചൊല്ലുണ്ട്, ഡ്രഗ്സ് ആർ നോട്ട് കൂൾ, ദേ മേക്ക് യു എ ഫൂൾ. ഇത് നമ്മളെ കൂളാക്കിയില്ല, നമ്മളെ വിഡ്ഢികളാക്കിയാണ് ചെയ്യുന്നത് ഇതിലൂടെ. സോ ബി സ്മാർട്ട്, ഡോണ്ട് സ്റ്റാർട്ട്. ഓക്കെ, നല്ലൊരു പാട്ടുമായി ഇതാ ശ്രീനന്ദയെത്തി. മനോഹരമായ ഈ ഗാനം നമുക്കൊന്ന് കേട്ടാലോ? தேன்மலை தேக்குக்கு நீதா உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாறு சாய்ந்தாலே தகுமா? நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் சாயும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? நீரும் செங்குல
കൈകൾ നാറും സുന്ദരമല്ലിക. ചൽ ചൽ രംഗോ രംഗോരി ഓരങ്ങൾ നീ പൂക്ക ഓരം പൂത്തവ കൈകൾ മാറും സുന്ദരമല്ലിക. ചൽ ചൽ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ആൻഡ്രിയ, ഇനി നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ചെയ്താലോ? വെറൈറ്റി എന്റർടൈൻമെന്റ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്രയും നേരം എല്ലാവരും പ്രോഗ്രാംസ് എല്ലാം കേട്ട് ആസ്വദിക്കുകയായിരുന്നില്ലേ? ഇനി എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ചാലോ? അതെങ്ങനെ? ഇറ്റ്സ് സിമ്പിൾ. രസികൻ കടങ്കഥകൾ ചോദിക്കാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഞങ്ങൾ റെഡിയാണ് ചേച്ചിമാരെ. ഇതാര്? ഞങ്ങളുടെ കുഞ്ഞനിയത്തിമാരെത്തിയല്ലോ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ 7Bയിൽ നിന്നും ശ്രീനന്ദ. ഞാൻ 6Bയിൽ നിന്നും സാധിക. നമുക്ക് തുടങ്ങിയാലോ? ഓക്കേ. ഒന്നാമത്തെ ചോദ്യം. അമ്മയ്ക്ക് വാലില്ല, മകൾക്ക് വാലുണ്ട്. ഉത്തരം അറിയാമോ? തവള. രണ്ടാമത്തെ ചോദ്യം. ആ പോയി ഈ പോയി കാണാനില്ല. ഉത്തരം അറിയാമോ? മിന്നാമിനുങ്ങുകൾ. മൂന്നാമത്തെ ചോദ്യം. ഇടവഴിയിലൂടെ ഒരു കരിവടി ഓടി. ഉത്തരം അറിയാമോ? കരിവടി ഓടി. പാമ്പ്. നാലാമത്തെ ചോദ്യം. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കിട്ടി. ആനക്കൊമ്പ്. ചില്ലിക്കൊമ്പിൽ ഗരുഡൻ തൂക്കം. ഉത്തരം അറിയാമോ? വവ്വാൽ. മിടുക്കി കുട്ടികൾ, ഈ കടങ്കഥ മത്സരത്തിന് പങ്കെടുത്ത നിങ്ങൾക്ക് സമ്മാനങ്ങളുമായി ചേച്ചിമാർ എത്തും കേട്ടോ. ബൈ. ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ താളവുമായി നമ്മുടെ സ്വന്തം ഇർഫാനെയും കൂട്ടുകാരും. അഹദിന്റെ നൂറായി പതിമക്കത്തുദിക്കുന്നു, നബി ദൂതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരമരുളുന്നു, ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോന് സുതിച്ചു, മനമുള്ളി സുഹറാവുന്നേ, മുത്തിൻ വജ്ഹവർ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്താലെ ഒരുത്തനെ വാഴ്ത്തി, അൽഹംദിനുടയോനെ യാ റഹ്മാനേ. മലക്കുകളിറങ്ങുന്നു നബിയിൽ തൽസമയം, മണിമുത്തിൻ പിറവിയിൽ അജബുകൾ പലതും, മലക്കുകളിറങ്ങുന്നു നബിയിൽ തൽസമയം, മണിമുത്തിൻ പിറവിയിൽ അജബുകൾ പലതും, സാവതടാകം വറ്റി വരണ്ടു, ലാത്തയും മുസ്സയും പൊട്ടിയുടഞ്ഞു ഞെട്ടി, കുഫർ പൊട്ടി ജന്നാത്തിലെ നൂറൊളി കാരണമായി, ജഹലിന്റെ ഇരുളിറയോനവൻ തോനെ, അൽഹംദിനുടയോനെ യാ റഹ്മാനേ. അഹദിന്റെ നൂറായി പതിമക്കത്തുദിക്കുന്നു, നബി ദൂതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരമരുളുന്നു, ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനെ സുതിച്ചു, മനമുള്ള സുഖറാവുന്നേ, മുത്തിൻ വജ്ഹവ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്താലെ ഒരുത്തനെ വാഴ്ത്തി, അൽഹംദിനുടയോനെ യാ റഹ്മാനേ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. എല്ലാ മാനുഷിക ഭാവങ്ങളും പ്രകാശിപ്പിക്കാൻ പറ്റുന്ന അനുയോജ്യമായ ഒരു വിദ്യയാണ് സംഗീതം. സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ നയിക്കുന്നു നമ്മുടെ പ്രിയ കൂട്ടുകാരൻ എയ്ഡൻ. മഴയേ തൂമഴയേ വാനം തോന്ന പൂങ്കുളിരേ, വാനം തോന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ നിറയെ കണ്ണിറയെ, പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, പീലി നിർത്തിയ കാതലിയേ.
നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എൻ്റേതാണെന്ന് നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എൻ്റേതാണെന്നു നീ അറിഞ്ഞു മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞ് പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴയേ വാനം തോന്ന പൂങ്കുളിരേ വാനം തോന്ന പൂങ്കുളിരേ കണ്ടു എൻ്റെ കാതലിയെ നീ വിരിഞ്ഞോ നീ വിരിഞ്ഞോ ഞാനോർക്കാതെന്നുള്ളിൽ നീ വിരിഞ്ഞോ നീ വിരിഞ്ഞോ നീ വിരിഞ്ഞോ ഞാനോർക്കാതെന്നുള്ളിൽ നീ വിരിഞ്ഞു മലർമാസം അറിയാതെ മലരായിരമെന്നിൽ പൂത്തിരുന്ന് മലർത്തോറും കണിയായി ഞാൻ കണ്ടത് നിന്നെ ആയിരുന്നു കഥയാണോ അല്ല കനവാണോ അല്ല പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴയേ നിന്റെ മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനെ കാത്തിരുന്നതാണിന്നുവരെ. Helen Keller Day is a commemorative day to celebrate the birth of Helen Keller, observed on June 27th every year. Although Helen Keller was born deaf and blind, she persevered in life and achieved her goals. She became a prolific writer, published numerous books, founded the American Foundation for the Blind, and served as an advocate for the people with disabilities. Helen Keller Day is a reminder that everyone has potential and can contribute greatly to society. Here comes Joyce of Class 10 with the inspiring story of Helen Keller. Let's listen to the story. Welcome all. Myself Joyce Savage from 10D. I'd like you to know the story of Helen Keller, who could neither see nor hear from the time she was a baby. Yet the brilliant girl was able to overcome all those handicaps to graduate from a college with honors and become a useful citizen. I must say, there was nothing wrong with Helen Keller when she was born. Her father and mother were very proud of the pretty baby who tried to say Papa and Mama. For 19 months, Helen grew bigger and stronger. But one day, the child fell ill. For days, she was laid up with high fever, and soon the parents learned that the darling would never be able to see and hear. The little child was now doomed to a life of silence and darkness. She could not hear what was said to her and did not know how to talk. When Helen was 6 years old, her parents took her to Baltimore and then to Washington to famous doctors to find out if they could do something to make her hear and see again. But the doctors could do nothing. The child was hopelessly deaf. Dr. Bell said the Kellers should address the Perkins Institution for the Blind in Boston and ask if they could send someone to help the child. It was a wonderful day for Helen Keller when Anne Sullivan arrived in March 1887 to take charge of the child who could neither hear nor speak. Anne Sullivan found a way to make herself understood. When Miss Sullivan later spelled into the little girl's hand the word WATER and then let the water from the pumps run over her hand,
Miss Sullivan lived with Helen, played with her, and worked with her every hour of the day. By means of the hand language, Helen and her teacher able to talk to each other. Helen learned to read books that were printed for the blind with raised letter called Braille. She also learned to use a typewriter to write what she wanted to say. When Helen was 10 years, she was determined that she would learn to speak. At first, she learned only the sound of the letter of the alphabets, but soon she was able to say words and sentences. Helen practiced speaking day after day until at last she developed a clear voice. Later, she was able to speak before a large crowd which came to her ear whenever she lectured. At the age of 20, Helen Keller passed all the difficult entrance examination to Radcliffe College. Helen did extremely well in her classes and was able to keep up with the other students. Helen wrote The Story of My Life. While she was in college, her writings and lecture Helen did she could to people and encourage others who were blind. Thank you all. ഗുണമാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. റേഡിയോ പ്രിയോറിന്റെ ഈ ചില്ലിംഗ് എപ്പിസോഡിൽ അടുത്തതായി അക്സയുടെ ഒരു മധുരഗാനം കേൾക്കാം. മന്ത്രത്താൽ പായുന്ന കുതിരൈ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരൈ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ ആടാമോ ഊഞ്ഞാലേ ആടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ക്ലാസ് 10Dയിൽ നിന്നും മരിയ അനുഗ്രഹ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി എറണാകുളം ഹോക്കി അസോസിയേഷൻ നടത്തിയ ഫൈവ്സ് ഹോക്കി ബിഗ് ബാഷ് ടൂർണമെൻറ്റിൽ ഇൻ്റർ സ്കൂൾ അണ്ടർ 50 വിഭാഗത്തിൽ സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ ലോകലഹരി വിരുദ്ധ ദിനം സമുചിതമായി ആചരിച്ചു. SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ പ്ലക്കാർഡുകളുമായി സൈക്കിൾ റാലി നടത്തി. അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. UP HS വിഭാഗത്തിനായി പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. സ്റ്റാൻഡേർഡ് 8ൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജൂനിയർ SPC കാഡറ്റ്സിന് സീനിയർ കാഡറ്റ്സ് ചെണ്ടുമല്ലി തൈകൾ നൽകി. സ്കൂൾ പരിസരത്ത് HMൻ്റെ നേതൃത്വത്തിൽ SPC കാഡറ്റ്സ് തൈകൾ നട്ടു. സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷത്തെ ക്ലാസ് PTA-യും PTA ജനറൽ ബോഡി മീറ്റിംഗും ജൂൺ 28-ന് നടത്തുകയുണ്ടായി. സംസ്ഥാനതല ട്രെയിനർ ശ്രീ ശരത് TR മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പുതിയ PTA അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതോടെ സ്കൂൾ വാർത്തകൾ അവസാനിക്കുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇന്നത്തെ റേഡിയോ പ്രിയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ശുഭദിനം നേർന്നുകൊണ്ട് വി ആർ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ